വിനീതിനെ പിന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോ വിനീത് ചാക്യാർ കൂത്തൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സെഷൻസ് മുഴുവൻ പാട്ടായിരുന്നു. വിനീത് ഒരു റേഡിയോ ആണ്, എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പം ഷോർട്ടിന്റെ സമയത്ത് നമുക്കത് ഡിസ്ട്രാക്ഷൻ ആവും. ഞാൻ വിനീത് കുറച്ചൊരു ഇത് പാടാതിരിക്കുമോ, നല്ല രസമുണ്ട് കേൾക്കാം. പക്ഷെ നമുക്ക് ആ മൈൻഡിൽ എപ്പോഴും ഒരു ട്യൂൺ ഉണ്ട്. അതാണ് വിനീതിന്റെ ഒരു പ്രോസസ്. പക്ഷെ ഇപ്പം അൻസരിക്കായിരുന്നു ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. എല്ലാവർക്കും ഒരു പുതിയൊരു ടീമായിരുന്നു. ഇൻ ദ സെൻസ് ഞാൻ ഇതുവരെ ഇവരാരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട്, നീലേശ്വരം, ആ ഒരു ആ ഒരു കേരള ആ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അതിന്റെ അവിടുത്തെ ഫുഡും അവിടുത്തെ ഭാഷ, ആസ് എ ഹ്യൂമൻ ബീങ് ഐ തിങ്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു സിനിമയ്ക്ക് നമ്മൾ ചേരുമ്പോൾ ആ സിനിമയിലോട് നമ്മൾ ചേർന്ന് പോവുകയാണ്. സാധാരണ ഏത് സിനിമയിൽ പോയാലും ഈ സിനിമയിലേക്ക് നമ്മൾ ചേർന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ആണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം പറയുന്നു. പക്ഷെ ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഉണ്ട്, കോണ്ടന്റ് ആണ് ഈ സിനിമ, അല്ലെ? ഇത് ഇപ്പോൾ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട് ഗൗരിക്ക്? ഇത് ഇപ്പോൾ സമൂഹത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ന് ഗൗരിക്ക് തോന്നിയോ കഥ കേട്ടപ്പോൾ? എനിക്ക് കഥ കേട്ടപ്പോൾ അതാണ് ആദ്യം തോന്നിയത്. ആ ഒരു ഹുക്കുണ്ട്, ആ ഒരു ആസ് എ പടത്തിന്റെ ഒരു വൺ ലൈൻ ഞാൻ പറഞ്ഞ പോലെ അത് എന്തായാലും ആൾക്കാർക്ക് എൻജോയ് ചെയ്യും. അത് പറയേണ്ടതാണ്. സിനിമ എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇതിന്റെ കഥയുടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല്, ഞാനിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എന്താ സിനിമയുടെ പേര്? ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അപ്പൊ തന്നെ ആളുകളുടെ മുഖത്ത് ഒരു ചിരിയുണ്ട്. അതെന്താ ഈ സിനിമയ്ക്കുള്ള കഥയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഒറ്റ വാചകത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ നമുക്ക് ഈ സിനിമയുടെ കഥ പറയാൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ അപകടം. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, ട്രെയിലറിലാണെങ്കിലും പാട്ടിലാണെങ്കിലും അവി ഗിവിംഗ് അവേ ടു മച്ച് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പെട്ടെന്ന് ഫുൾ പ്ലോട്ട് അങ്ങ് കൺവേ ആവും. അല്ല, അത് ആ കഥയുടെയും ഈ പ്ലോട്ടിന്റെയും പ്രത്യേകതയാണ്. വളരെ പെട്ടെന്ന് ഈ കഥ കേട്ടപ്പോ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത്, അയ്യോ ഇതെന്താ ഞാൻ ആലോചിക്കാതിരുന്നു, ഇതൊരു നല്ല സാധനമാണ്, ഇത് എന്തുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, നീ ഏതൊരു പടത്തിൽ അഭിനയിക്കേണ്ടത് കേട്ടില്ല, സുധീഷിന്റെ പടത്തിൽ നീ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനുണ്ട്. അപ്പൊ എന്താ സംഭവം, രസമുണ്ടോ, പേര് രസമുണ്ടല്ലോ എന്നൊക്കെ അവർ പറയുമ്പോ എനിക്ക് 2 വാചകത്തിൽ ഞാൻ ഈ സിനിമയുടെ കഥ പറയും. അയ്യോ അത് കലക്കനാണുള്ളത്. അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും, ഒരു പുതിയതെന്നോ പഴയതെന്നോ അല്ല, സീനിയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അതൊരു ഉഗ്രൻ ഒരു രസികൻ നോട്ടാണ്. അത് നന്നായി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഹ്യൂമറും അതില് ആ 2 വരിയിൽ തന്നെ അതിലത്തെ ഹ്യൂമറും പിടികിട്ടും. അല്ല, ഞാനിത് കണ്ട കുറെ ആളുകളുണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്ക് കാണാനില്ല, എന്നോട് വിളിച്ചപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. എനിക്ക് കാണണമെന്നുണ്ട്, റിലീസിന് മുമ്പ് കാണണമെന്ന്. എനിക്ക് അത്രയും കണക്ഷനുള്ള ആളുകളായ സിനിമ കണ്ടവരെന്നോട് പറഞ്ഞപ്പം എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുകയാണ്. ഒത്തിരി കഥകൾ കേൾക്കുന്ന ഒത്തിരി സിനിമ. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെയാണ്, ഇതിലെല്ലാം ഉണ്ട്, ഈ പേരിലുണ്ട്. അല്ല, കുറച്ച് കാലത്തിന് ശേഷം നിങ്ങളിപ്പോ ഇതില് ആരാണ് പ്രധാന കഥാപാത്രം എന്നുള്ളതൊന്നൊരു വിഷയമല്ല. എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, നാട്ടിൻപുറത്തെ ഒരാളാണ്. ദാസേട്ടന് ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലേസ്മെന്റ് ഉണ്ട്. ഗൗരി ചെയ്യുന്ന കഥാപാത്രത്തിന് അതുപോലെ ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗൗരിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ആളുകൾക്കും വിനീതിന്റെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സുബീഷ് 16 കൊല്ലത്തെ അയാളുടെ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പല തരത്തിൽ എനിക്ക് സുബീഷ് ഒരു മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവല് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചെറിയ കോൺഫിഡൻസ് കുറവും ഒക്കെ ഉള്ള ഒരാളാണ് പേഴ്സണലി. ഞാൻ അതിനെ ഓവർകം ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. പക്ഷെ സുബീഷിന്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് ലെവല് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 16 വർഷങ്ങൾ പുള്ളി ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു, ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു. 16ാം വർഷത്തില് അയാള് എന്താണോ വന്ന വർഷം ആഗ്രഹിച്ചത് അത് നേടുകയാണ്. അപ്പൊ അതിന്റെ ആ ജേണിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളത്. ഒരാളുടെ
ഒരു കരിയറിന്റെ യാത്രയിൽ അയാളുടെ ജീവിതത്തിന്റെ 16 വർഷങ്ങളിൽ അയാളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഈ സിനിമ വിജയിച്ച് കാണുക എന്നുള്ളത് ആണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ സുഭിക്ഷയുടെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ അത്ര ആത്മബന്ധം, ആത്മസുഹൃത്താണ് തുടക്കം മുതൽ ഞാൻ കാണുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമ തീർക്കാനൊക്കെ സുഭിക്ഷയുടെ നടന്ന പാടുപെട്ട അവസ്ഥകളൊക്കെ എനിക്കറിയാവുന്നതാണ്. ആ പടം ഇനി തിയേറ്ററിൽ എത്തുമ്പോഴാണ്, ആ ആദ്യത്തെ ദിവസം കഴിയുമ്പോഴാണ് സുഭിക്ഷ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അത്രയും റിസ്കിലാണ് അവൻ്റെ ഓട്ടം എന്ന് എനിക്ക് പേഴ്സണലി അടുപ്പം കൊണ്ട് ഞാൻ പറയുന്നത്. ഇത് സാറ് പറഞ്ഞൊരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ. പിന്നെ അല്ലെങ്കിൽ സാറ് വന്നിരിക്കുവോ? ഞാൻ രാവിലെ ഇന്ന് 5 മണിക്ക് എത്തിയിട്ടുള്ള ഒരു മാസം നീണ്ടുന്ന ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 5 മണിക്ക് ഞാൻ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ വരേണ്ടതാണെന്ന് എനിക്കറിയാം. കാരണം ഇതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അല്ല, ഈ സാറ് കാണിക്കുന്ന ഈ ആർജവമൊക്കെ ഇപ്പോൾ ഉള്ള ആക്ടേഴ്സൊക്കെ കാണിച്ചാൽ സിനിമയുടെ പ്രൊമോഷനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ. അല്ലല്ല, അത് ഓരോ സിനിമയ്ക്കും അത് അർഹിക്കുന്ന ഒരു വിധിയുണ്ട്. ആ വിധിയിലേക്ക് തന്നെയാണ് ഇത് പോവുക. ആ വിധിയിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത്. നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ആ സിനിമയുടെ ജാതകം ആദ്യം അത് സിനിമയാക്കപ്പെടാൻ തീരുമാനിക്കുന്ന മൊമെന്റിൽ അതിൻ്റെ ഒരു ജാതകം കുറിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ സംഭവിക്കും. ഇതിന്റെ നല്ല ജാതകമാണ്, എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും സാറിനെ നമുക്ക് പൊന്നാകട്ടെ. അല്ലെ, സാറ് പറഞ്ഞൊന്നും തെറ്റാറില്ല. അല്ലെ, ഇങ്ങനെ വേണം. ഒരു ഡയറക്ടർ എന്ന അപ്പുറവും ആക്ടറും പ്രൊഡ്യൂസറും എല്ലാ മേഖലയും കൈവച്ച ആളാണ് പറയുന്നത്. എന്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അത് തന്നെ സുബീഷ് ഏട്ടനും ഒരു പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, സുബീഷ് ഏട്ടന്റെ ഒരു എനർജി ഭയങ്കര കണ്ടീജിയസ് ആണ്. വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റൂമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അപ്പൊ എല്ലാവർക്കും ഓക്കെ, എല്ലാം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ സുബീഷ് ഏട്ടനുണ്ട്. അപ്പൊ പലപ്പോഴും ചില ആസ്പെക്ട്സിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും സുബീഷ് ഏട്ടൻ പുള്ളിക്ക് പറ്റിയ എല്ലാം 100% കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സുബീഷ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഒരിക്കലും ഈ ഒരു പാക്കേജിൽ ഇത്രയും ഇപ്പൊ പറഞ്ഞല്ലോ 1.5 വർഷമായിട്ട് ഈ കഥ എല്ലാം തുടങ്ങുന്നു. പക്ഷെ ഈ ഒരു ടൈം ലൈൻ ഞങ്ങക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും സുബീഷ് ഏട്ടൻ ഒരു വലിയ കാരണമാണ്. സുബീഷിന്റെ ഈ ക്യാരക്ടർ പറ്റിയ ഒരു മുഖം സുബീഷ് തന്നെ അല്ല, സുബീഷിന്റെ കാര്യം അല്ല, ഓരോ ആക്ടർക്കും അയാളുടെ ഒരു സ്പേസ് സിനിമയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുബീഷിന് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഇപ്പൊ കറക്റ്റ് വന്നു ചേർന്നിരിക്കണം. ഇതിന്റെ തുടർച്ചയായിട്ട് സുബീഷിന്റെ പാറ്റേണിൽ കുറെ സിനിമകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയാളെ വെച്ച് സിനിമകൾ ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ പ്രധാന റോളിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണം. രഞ്ജിത്ത് തമ്മിൽ വലിയ ഭാഗ്യവാനാണ്. ഒരു ആദ്യ സംവിധാനം വലിയ ഭാഗ്യമാണ്. അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അത്രയും ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അതൊരു വലിയ ഭാഗ്യമല്ല. അത് എങ്ങനെ ഒത്തു എന്നുള്ള പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, രഞ്ജിത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, രഞ്ജിത്ത് അല്ല ബന്ധങ്ങളുണ്ടല്ലോ, അത്രയും സിനിമ അസോസിയേറ്റ് ചെയ്ത് പോകാം. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതും കൂടെ ഇതിനകത്തൊരു മുതൽ മുടക്ക് പോലെ വന്നില്ലേ, ആളുകളൊന്ന് നമുക്ക് ഒന്ന് കൺഫേം ചെയ്തെടുക്കാൻ വേണ്ടി. ഗുണമായില്ലേ അത്, ആ എക്സ്പീരിയൻസ്? രഞ്ജിത്തേട്ടൻ ഫഹദിനെ പോലെ. അതെ പക്ഷെ അസോസിയേറ്റ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പോയി ചെയ്തിട്ടുള്ള എനിക്കറിയാം. ആ സമയത്ത് ഇതൊന്നുമല്ല. നമ്മൾ 5 മിനിറ്റ് വൈകി ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി ഒന്ന് പേടിപ്പിച്ച് വെച്ചിട്ട് പോണ ആളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എന്താ എളിമയാന്ന് നടക്കുമ്പോഴാണ് ഞാൻ. ഇന്റർവ്യൂ വേറെ, ഡയറക്ഷൻ വേറെ. അല്ല, ഈ പറഞ്ഞ പോലെ വലിയൊരു ഭാഗ്യവാൻ തന്നെയാട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ ഒരു സംഘം ആൾക്കാരുണ്ട്. ഇപ്പൊ ഷെല്ലിനൊക്കെ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയുന്നതാണ്. ഷെല്ലിയുടെ ഒക്കെ ഉഗ്രൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ. നല്ല രസമായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഇപ്പൊ ഒരു ആക്ടറെ നമ്മൾ സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആക്ടറെ നമുക്ക് ഭയങ്കര ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാവുക നമ്മൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു റിയാക്ഷൻ പ്രശ്നമായാൽ, അല്ലെങ്കിൽ അയാൾ അത്ര സീരിയസ് അല്ലാതെ അപ്രോച്ചുള്ള ഒരാളായാൽ നമ്മളെ പോലുള്ള പുതിയ ആക്ടേഴ്സ് കുടുങ്ങിപ്പോകും. കാരണം നമ്മൾ അവരിൽ നിന്ന് അവരെ പ്ലഗ് ചെയ്തിട്ട് ഒരു എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. അവര് ചെയ്യുന്നത് കണ്ട് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മുഖവും മാറുന്നുണ്ട്. അപ്പൊ അത് ഷെല്ലിയുടെ കൂടെ കുറെ സീനുകളിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മളുടെ പണി എളുപ്പമാവുന്നുള്ളത്.
നമ്മളറിയാതെ നമ്മൾ ബിഹേവ് ചെയ്ത് പോകും. അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ എക്സ്പ്രഷൻസ് ഉണ്ടാവും. എൻ്റെ സ്റ്റോൺ ഫേസ് ആണ്, എൻ്റെ മുഖത്ത് വരെ ചില ഭാവങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പെർഫോമൻസ് ആണ്. അതുപോലെ ഓരോ ആൾക്കാരും ഇതിൽ അജു വർഗീസ് ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്, കുറെ മിടുക്കന്മാരായിട്ടുള്ള ആക്ടേഴ്സ് ഇതിലുണ്ട്. എല്ലാം കൂടി ഇതൊരു നല്ല പാക്കേജ് ആയിരിക്കും. തീർച്ചയായിട്ടും സാറേ. ഇപ്പം ഒരു നിർമ്മാതാവും കൂടിയാണ്, സമരങ്ങളൊക്കെ വരുവാണ് അല്ലേ? സാർ അറിഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം തിയേറ്റർ ഉടമകൾ ഞാൻ അങ്ങ് അന്റാർട്ടിക്കയിലായിരുന്നു. അതായത് എന്തേ എന്ന് ഒഴിവാൻ വേണ്ടി അല്ല, സമരപ്രഖ്യാപനം നടന്നിരിക്കുന്നു, തിയേറ്റർ ഉടമകൾ സമരപ്രഖ്യാപനം നടക്കുന്നു. വലിയ രീതിയിലേക്ക് അത് ഒരു തെരുവ് യുദ്ധം പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാതാക്കൾ പറയുന്ന 2 ഡിമാൻഡുകളാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. ഒന്ന്, കണ്ടന്റ്, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മുടെ പ്രൊജക്ടർ ഓടിക്കണം. അപ്പോൾ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം 5000 രൂപയ്ക്ക് അൺലിമിറ്റഡ് സിനിമ ഓടിക്കാൻ പറ്റുന്നു. UFO ഒക്കെ ആണെങ്കിൽ 12000 രൂപ വരുന്നു ഒരു 1 വീക്കിന് വേണ്ടി. ആ ഒരു പ്രശ്നമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സാർ എങ്ങനെ അത് കാണുന്നു? അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാനൊരു 1.5 മാസമായിട്ട് അന്റാർട്ടിക്ക ഇതിലായിരുന്നു, ടൂറിലായിരുന്നു. അന്റാർട്ടിക്കയിലേക്കുള്ള ഒരു ക്രൂസിലായിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്കാണ് എത്തിയത്. അപ്പോൾ ഈ വാട്സപ്പോ മറ്റു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് അറിയാലോ. അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പൊ എനിക്കിതിന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാൻ എനിക്ക് അറിയാത്തോണ്ടാണ്, സത്യസന്ധമായിട്ട് അറിയാത്തോണ്ടാണ്. അറിയുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയും. ഒരു സമരപ്രഖ്യാപനം അല്ല, സമരങ്ങള് ഇനി മലയാള സിനിമ താങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള സിനിമയിൽ ഇപ്പൊ ഒരു 3-4 സിനിമകൾ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു സ്വഭാവം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പണി മുടക്കിയിട്ടുള്ള, തിയേറ്റർ അടച്ചിട്ടിട്ടുള്ള ഒരു ഇത് തിയേറ്റർ അടച്ചിടുകയാണ്. പുതിയ സിനിമകൾ റിലീസിന് എടുക്കുന്നില്ല. നമ്മുടെ സിനിമ പോലും പ്രതിസന്ധിയിലേക്ക് പോകണം, റിലീസ് എടുക്കുന്നില്ല അവർ. അല്ല, അതാണ് ഇത് സ്വന്തം നിലനിൽപ്പിന് അപകടമാക്കുന്നതാണ്. അത് ഞാൻ എല്ലാ കാലത്തും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നല്ലാതെ, സിനിമ ഒരു അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല ജനങ്ങൾക്ക്. അരി പോലെ, ഊണ് പോലെ, വസ്ത്രം പോലെ, ചികിത്സ പോലെ യാതൊരു ആവശ്യമില്ല സിനിമ. സിനിമ എന്ന് പറയുന്നത് അവന്റെ അടുത്ത വിഷയമാണ്. അവന്റെ ഭക്ഷണവും വസ്ത്രവും ആരോഗ്യ പരിപാലനവും കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് വിനോദം എന്ന് പറയുന്നത്. ഒരു ബോണസ്. അത് അവിടെ ഉണ്ടെങ്കിൽ കൊള്ളാം, അവൻ വരും, അവനാവശ്യമുണ്ട്, അവൻ സമയം ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ വരും. അങ്ങനെയുള്ള ഒരു സാധനത്തിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡിങ് ആവാൻ പറ്റില്ല. സമരം നമ്മളുടെ മാർഗം ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമ എല്ലാം സിനിമ കൊണ്ട് ഉപജീവിക്കുന്ന ആൾക്കാരാണ്. നിർമ്മാതാവായാലും തിയേറ്ററുകാരനായാലും നടനായാലും ടെക്നീഷ്യനായാലും. അപ്പോൾ ഇവരാരോടാണ് സമരം ചെയ്യുന്നത്? ഇത് വലിയ അത്യാവശ്യമില്ലാത്ത ജനത്തിനോടാണ് സമരം ചെയ്യുന്നത്. നമ്മളുടെ നിലനിൽപ്പിനുള്ള കാര്യമാണ്. പരസ്പരം കൂടി ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നല്ലാതെ സമരം സിനിമയ്ക്ക് പറ്റിയ, അതായത് തിയേറ്ററിൽ സിനിമ മുടക്കുന്ന ഒരു പരിപാടിയും സിനിമയ്ക്ക് പറ്റിയ ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ല. അതിന്റെ കാരണം എന്തായാലും കൃത്യമായ ഒരു മറുപടി തന്നെയാണ് സാർ. ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു കാരണങ്ങൾ എന്തായാലും ഒരു സമരം ഒന്നിനും ഒരു പരിഹാരമല്ല. ഏറ്റവും അവസാനമാണ് വിനോദം എന്ന് തിരഞ്ഞെടുത്ത ആളുകൾ പോകുന്നത്. വെല്ലുവിളിക്കുന്ന പൊതുജനത്തെയാണ്, പ്രേക്ഷകരെയാണ്. ആ സിനിമ അതുകൊണ്ടുള്ള ഉണ്ടാകുന്ന അപകടം അത് തന്നെയാണ്. കൃത്യമായ മറുപടിയാണ്. അടുത്ത പ്രൊജക്റ്റൊക്കെ എന്താണ്? അടുത്തത് ഞാനൊരു നോവലാണ്, ഒരു മലയാളം നോവൽ. ഇപ്പൊ റിലീസായിട്ട് 1 വർഷത്തോളമായ ഒരു നോവലാണ്. അതാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ പ്രോജക്റ്റാണ്, ഒരു മലയാളം കന്നഡ പ്രോജക്റ്റാണ് അത്. അതിൻ്റെ കഥ നടക്കുന്നത് അങ്ങനെയാണ്. കർണാടകയുടെയും കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള വനപ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു 1966 തൊട്ടിട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന 3 തലമുറകളുടെ കഥ പറയുന്ന ഒരു വലിയ സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ജോണറിലുള്ള സിനിമയാണ്. ഒരു ആക്ഷൻ, വൈൽഡ് വെസ്റ്റ് സിനിമകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ളൊരു സിനിമയാണ്. അതാണ് അടുത്ത അത് അതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. എഴുത്ത് കഴിയാറായിട്ടേ ഉള്ളൂ.
അത് സിനിമ വേർഷൻ എന്ന് പറഞ്ഞാൽ നോവലൊരു ഇത്തിരി ബൃഹത്തായിട്ടുള്ള നോവലാണ്. അപ്പൊ അതിനൊരു സിനിമയിലേക്ക് ഒതുക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. പിന്നെ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കന്നഡ പ്രൊഡ്യൂസറും മലയാളം പ്രൊഡ്യൂസറും അത് അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാസ്റ്റിംഗ് 2 ഭാഷകളിൽ നിന്നുള്ള ആക്ടേഴ്സ് വേണം. അപ്പൊ വലിയൊരു പ്രൊജക്റ്റാണ്. വലിയ പ്രോജക്റ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത്. അതിന്റെ ഒരു ടൈം gap ഉള്ളതുകൊണ്ട്. ഏപ്പുള്ളതുകൊണ്ട് അതാണ് അടുത്ത ഒരു മൂന്ന്. സാറിന് എപ്പോഴെങ്കിലും സാറിലൂടെ വന്ന ഒത്തിരി ആളുകളുണ്ട്, അവർ പിന്നീട് സാറിലേക്ക് അടുക്കുന്നില്ല, അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് സാറിന്? അങ്ങനെ ഒന്നുമില്ല. അല്ല, ഒന്നാമത് ഈ സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരാളെ അങ്ങോട്ട് രക്ഷിച്ചേക്കാമെന്നോ അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ സിനിമയിൽ ഒരു പുതിയ ആൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്യാരക്ടറിന് പറ്റിയ ആൾ അയാളാണെന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ സമീപിച്ചു എന്നുള്ളതാണ്. ആ സിനിമ കഴിയുന്നതോട് കൂടിയിട്ട് ആ ബന്ധം കഴിഞ്ഞു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അയാളെ ഹയർ ചെയ്യുന്നുള്ളതാണ്. അതിനിടയിൽ ഒരു വ്യക്തിബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിലനിൽക്കും, അല്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ബന്ധം നിലനിൽക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സിനിമയിലൂടെ വന്നതുകൊണ്ട് അയാൾ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ അയാൾ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ യാതൊരു ഭാരങ്ങളും ചുമക്കേണ്ടി വന്നിട്ടില്ല. നമ്മളങ്ങനെ നോക്കുന്നേ ഇല്ല. ഇല്ല ഇല്ല, ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അതിനപ്പുറത്തുള്ള പേഴ്സണൽ ബന്ധങ്ങളുള്ള ആളുമാണ്. പേഴ്സണൽ ബന്ധവും പ്രൊഫഷണൽ ബന്ധമായിട്ട് ഞാൻ ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന ഒരാൾ വലിയൊരു നിലയിലെത്തിയപ്പോൾ അയാൾ എന്നെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. ചിന്തിക്കാതിരിക്കണതാണ് എപ്പോഴും നല്ലത്. അല്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ചിന്തക്കല്ല. പ്രൊഫഷണലി ഞങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. എനിക്ക് അടുത്തൊരു പ്രൊഫഷണൽ ആവശ്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് സാധിക്കുമെങ്കിൽ അയാളത് സ്വീകരിക്കും, അല്ലെങ്കിൽ അയാൾ സ്വീകരിക്കില്ല, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. അതുകൊണ്ട് ഒരു പേഴ്സണൽ വിഷമമോ ഗ്രഡ്ജോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല പ്രൊഫഷണൽസ്. വലിയൊരു ഉദാഹരണമാണ് ഈ വാക്കുകൾ. ഒരു അടുത്ത പ്രൊജക്റ്റൊക്കെ അടുത്ത് മലയാളത്തില് നീരജ് മാധവിന്റെ കൂടെ ഒരു ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ജസ്റ്റ് ഞങ്ങൾ റാപ്പ് ചെയ്തു. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് അതിന്റെ ടൈറ്റില്. പിന്നെ തമിഴില് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞ ഞാനും ആദിത്യ ഭാസ്കർ 96-ലെ ഞങ്ങൾ പിന്നെയും പേരാവുന്നത്. അതെ, വീണ്ടും റീയുണൈറ്റഡ്. അതൊരു ആന്തോളജിയാണ്, ഒരു ഹൈപ്പർ ലിങ്ക് പോലെ. പക്ഷെ തിയേറ്ററിക്കലി റിലീസ് ചെയ്യാണ്. മാർച്ച് 8-ാം തീയതി ആയിരിക്കും മിക്കവാറും. അത് നെറ്റ്ഫ്ലിക്സിലും റിലീസുണ്ട്. പിന്നെ തമിഴ് വിഘ്നേഷ് ശിവന്റെ അടുത്ത പ്രോജക്റ്റിലും ഞാനുണ്ട്. ലവ് ടുഡേയിലെ പ്രദീപ് രംഗനാഥിന്റെ കൂടെ, കൃതി ഷെട്ടി. അതൊരു വലിയ പ്രോജക്റ്റാണ്. ഇതൊക്കെയാണ് മലയാളത്തിലും തമിഴിലും. അല്ല, അങ്ങനെ എല്ലാ സിനിമകളും നിറഞ്ഞിരിക്കട്ടെ. ഗൗരി ഒരു നാട്ടുകാരിയാണ്, ഞങ്ങളൊക്കെ വൈക്കമാണ്, നാട്ടും പുറത്തുകാരിയാണ്. അപ്പോൾ മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരാളാണ് ഗൗരി. മലയാളത്തിൽ നിറഞ്ഞിരിക്കുക, അതോടൊപ്പം മറ്റു ഭാഷകളിലും അഭിനയിക്കുക. മലയാളം മറക്കാതെ മറ്റു ഭാഷകളിൽ തിരിച്ച് മലയാളത്തിലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാം. അതല്ല, രണ്ട് സൈഡിലും ആൾക്കാർക്ക് മടുക്കില്ലേ. എന്തായാലും ലാൽ ജോസ് സാറുമായിട്ട് ഈ സിനിമയോടുകൂടി അങ്ങ് ചേർന്ന് നിന്നിട്ടുണ്ട്. ഇനി പിടി വിടാതെ നിന്നോണം. അതെ, എന്റെ ഭാഗ്യാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ആക്ടർ ഇപ്പൊ ഒന്ന് കാണാനില്ല എന്ന് തോന്നുന്നു. സാറ് പറയുന്ന പലതും എന്ത് ശരിയാണ്. ഹീസ് സോ സിമ്പിൾ ആസ് എ പേഴ്സൺ. ഇതാണ്, ഇങ്ങനെ വേണം എന്നുള്ളൊരു, ഇപ്പൊ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് എൻ ഓണർ ടു ഹാവ് നോൺ ഹിം. ഇതുപോലത്തെ ഒരു പേഴ്സണാലിറ്റിയെ എനിക്ക് ഇത്രയും സംസാരിക്കാനും പറ്റി, അറിയാൻ പറ്റി. അതന്നെ ഒരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം എന്നും. ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. എന്തായാലും സംവിധാനം എന്തോരം ചോദിച്ചാലും അത് തലവെൽക്കുന്ന കുരുക്കുകളെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചോദിക്കുന്നില്ല. ഈ പടം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ട്. ഇതാണ് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പറയാനുള്ളൂ. അല്ല, എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കി ചിരിച്ചോളൂ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് വെച്ചാലും ഭഗതിനെ പോലെ തലവിലേക്ക് ചിരിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു പഠിച്ചു വെച്ചോക്കാണ്. അല്ല, ഇങ്ങനെ എന്തെങ്കിലും പറയുന്നില്ലല്ലോ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതെങ്കിലും ഒന്ന് പറയും. പ്രേക്ഷകരോട് പറയാനുള്ള, ഈ സിനിമ എല്ലാ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. ഇതൊരു എന്റർടൈനർ സിനിമയാണെങ്കിലും വെറും ഒരു എന്റർടൈനർ അല്ല, ഞാൻ പറഞ്ഞല്ലോ.